നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ AC മിലാനും ഉഡിനീസിയും തമ്മിലുള്ള മത്സരത്തിനിടയിലായിരുന്നു AC മിലാൻ്റെ ഫ്രഞ്ച് ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നന് വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹം മൈതാനത്ത് നിന്നും കയറിപ്പോരുകയായിരുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം കളിക്കളത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി എന്നുള്ളതാണ്. ഫുട്ബോൾ ലോകത്ത് ഇത് വലിയ രൂപത്തിലുള്ള വിവാദമാണ് സൃഷ്ടിച്ചത്. ഏതായാലും കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും അടക്കമുള്ളവർ ഇപ്പോൾ പരസ്യമായിക്കൊണ്ട് തന്നെ മൈക്ക് മൈഗ്നന് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഫിഫ പ്രസിഡന്റായ ജിയാനി ഇൻഫാന്റിനോ തൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ടീമിൻ്റെ ആരാധകർ വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ ടീമുകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് മത്സരം നഷ്ടപ്പെടുത്താൻ നിർബന്ധിതരായിരിക്കണമെന്നാണ് ഫിഫ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. AC മിലാൻ ഗോൾ കീപ്പർക്ക് ഇദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫാന്റിനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതെങ്കിലും ടീമിൻ്റെ ആരാധകർ വംശീയമായ അധിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ആ ടീം മത്സരം ഓട്ടോമാറ്റിക്കായി നഷ്ടപ്പെടുത്താൻ നിർബന്ധിതരായിരിക്കേണ്ടി വരും. സ്റ്റേഡിയം ബാനുകൾ നൽകണം. മാത്രമല്ല ക്രിമിനൽ പ്രോസിക്യൂഷൻസ് തുടരുകയും വേണം. ഫിഫയും ഫുട്ബോളും എല്ലാ രീതിയിലും ഇരക്ക് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഫുട്ബോളിൽ വിവേചനങ്ങൾക്ക് സ്ഥാനമില്ല. റേസിസം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നാണ്. ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് ഫിഫ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇറ്റലിയിലും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള റേസിസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്പെയിനിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് വലിയ രൂപത്തിലുള്ള വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ തന്നെ അത്ലറ്റിക്കോ ആരാധകർ കൂട്ടമായിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയറെ ക്രൂരമായ വംശീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയാക്കിയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.